നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തൃശൂർ പെരുമ്പിലാവിൽ റീൽസ് എടുക്കുന്നതിനെ ചൊല്ലിയ തർക്കത്തിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസ്. തൊടുപുഴയിൽ ബിസിനസ് ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ബിസിനസ് പങ്കാളിയെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവം. ഇതോടൊപ്പം ഏറെ കോളിളക്കം സൃഷ്ടിച്ച പാരമ്പര്യവൈദ്യൻ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച ദിവസം കൂടിയാണിന്ന്. സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത് തൃശൂർ പെരുമ്പിലാവിലെ കൊലക്കേസാണ്. പെരുമ്പിലാവ് കൊലക്കേസിലെ മുഖ്യപ്രതി ലിഷോയ് പിടിയിലായിരിക്കുന്നു. കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസിന്റെ പിടിയിലായത്. കൊല്ലപ്പെട്ട അക്ഷയും പ്രതികളും ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ടവരാണ്. റീൽസ് എടുത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം, ഈ നടക്കുന്ന സംഭവം പുറത്തു വരുന്നത്. കൊലക്കേസിലെ മുഖ്യപ്രതി ലിഷോയ് പിടിയിലായിരിക്കുന്നു. ഈ റീൽസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിനപ്പുറം മറ്റേതെങ്കിലും രീതിയിലുള്ള വ്യക്തിവിരോധം ഇവർ തമ്മിലുണ്ടായിരുന്നോ? ടോം, ഇതിൽ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിൽ റീൽസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യങ്ങളിലേക്ക് പോകും തോന്നുന്നു. പക്ഷേ റീൽസ് എടുത്തത് ഇവർ ലഹരി ഇടപാടുമായെല്ലാം തന്നെ വളരെ ബന്ധമുള്ള ആൾക്കാരാണ്. പല കേസുകളിലെല്ലാം തന്നെ ഈ കൊല്ലപ്പെട്ട അക്ഷയും അതോടൊപ്പം തന്നെ മറ്റുള്ളവർ, ഇപ്പോൾ ഇതിൽ പ്രതികളായിട്ടുള്ളവർ എല്ലാം തന്നെ അത്തരം കേസുകളിലെല്ലാം തന്നെ പ്രതികളാണ്. ഈ റീൽസ് എടുക്കുന്നത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇവരുടെ ചില പ്രവർത്തനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടാണ് അവർ ഒരു റീൽസ് ചിത്രീകരിക്കുകയും ചെയ്തത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഈ അക്ഷയ്ക്ക് തോന്നുന്നൊരു സംശയമാണ്, ഇവരെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. അപ്പോൾ തന്നെ വിട്ട് മറ്റൊരു ഗ്യാങ്ങായി അവർ മാറിയോ എന്നതാണ്. ഈ ലിഷോയുടെ ഒരു സുഹൃത്ത് നിഖിൽ ഉണ്ട്. നിഖിലിന് ഒപ്പം ചേർന്നുള്ളതായിരുന്നു ഈ റീല് എടുത്തു വന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർ ഒരു സംഘമായി അവർ മാറിയോ, തന്നിൽ നിന്ന് അവർ മാറിയോ എന്നൊരു സംശയം തോന്നി. അങ്ങനെ ഇന്നലെ ലിഷോയെ ഫോണിൽ വിളിച്ച ശേഷം ഇത് നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ലിഷോയുടെ വീട്ടിലേക്ക് ചെല്ലുകയായിരുന്നു. ചെല്ലുമ്പോൾ തന്നെയും അവിടെ ഉണ്ടായിരുന്നൊരു വാഹനത്തിൻ്റെ ചില്ല് തകർത്തുകൊണ്ടാണ് അക്ഷയകത്തേക്ക് വരുന്നത്. ഉടനെ വാക്ക് തർക്കത്തിലെല്ലാം തന്നെ ഏർപ്പെടുന്നു. വലിയ ബഹളത്തിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. ഇവർക്കൊപ്പം ഈ ലിഷോയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നിഖിലുണ്ടായിരുന്നു. നിഖിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ മറ്റുള്ളവരെല്ലാവരും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിലെല്ലാം തന്നെ പലവട്ടം പ്രതിയായവരാണ്. ബാദുഷ, ആകാശ് എന്നീ രണ്ടുപേരും കൂടി അവിടേക്ക് വരുന്നു. ഇവരുമായിട്ട് വാക്ക് തർക്കം പിന്നീട് അത് തല്ലിലേക്ക് മാറുന്നു, പരസ്പരം പോർവിളികളാകുന്നു. അങ്ങനെ ഈ അക്ഷയ് ആക്രമിക്കുന്നു, അക്ഷയെ തിരിച്ചാക്രമിക്കുന്നു. അക്ഷയ്ക്ക് തലയ്ക്ക് 3 വെട്ടേറ്റിട്ടുണ്ട്, ക്രൂരമായ രീതിയിൽ തന്നെ 3 വെട്ടേറ്റിട്ടുണ്ട്. ഇതിനിടയിൽ ബാദുഷയ്ക്ക് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ വലിയ ബഹളത്തിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ നീങ്ങുന്നു. വെട്ടേറ്റ അക്ഷയ് അവിടെ തന്നെ വീഴുകയായിരുന്നു. മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുന്നു. ഇതിൽ ഈ വെട്ടേറ്റ് വീണ ബാദുഷയെ പോലീസ് എത്തിയ ശേഷം ആശുപത്രിയിലേക്കടക്കം മാറ്റുന്നു. ഇയാൾ ആദ്യം തന്നെ കസ്റ്റഡിയിലെടുക്കുകയും മറ്റു പ്രതികളെയും എല്ലാം തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും ഈ ലിഷോയെ, ഈ സ്ഥലത്ത് വീടിനടുത്തുള്ള ലിഷോയെ കിട്ടിയിരുന്നില്ല. ലിഷോയ്ക്ക് വേണ്ടി ഇന്നലെ വലിയ രീതിയിലുള്ളൊരു തെരച്ചിൽ ആ മേഖലയിലെല്ലാം തന്നെ നടത്തിയിട്ടും ആ ലിഷോയെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇന്ന് രാവിലെയാണ് വീണ്ടും തിരച്ചിൽ ആ ഭാഗത്ത് തുടരുമ്പോൾ പോലീസിൻ്റെ മുന്നിലേക്ക് ആകസ്മികമായി ഇയാൾ വന്നുപെടുകയായിരുന്നു. പിന്നീട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് കുതിര ഓടാൻ സമ്മതിക്കാതെ ഇയാളെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ട അക്ഷയുമായി ചേർന്നുകൊണ്ട് ഇവർ കാലങ്ങളായിട്ട് ഈ ലഹരി ഇടപാടും കാര്യങ്ങളും എല്ലാം തന്നെ ഇവർ ചെയ്തു പോരുകയായിരുന്നു. ഇന്നലെ ഈ തോന്നിയ സംശയമാണ് തന്നെ ഇവരിൽ നിന്ന് മാറ്റി നിർത്തി ഇവർ വേറൊരു ഗ്യാങ്ങായി മാറുന്നുവെന്ന് ഈ റീൽസ് കണ്ടപ്പോൾ ഉണ്ടായ ഒരു സംശയം, അതെല്ലാം തന്നെ ചോദ്യം ചെയ്യാൻ വന്നതാണ്. ആ ചോദ്യം ചെയ്യലാണ് ഈ രീതിയിലുള്ള നിഷ്ഠൂരമായൊരു കൊലപാതകത്തിലേക്കടക്കം കലാശിച്ചിട്ടുള്ളത്. ഇന്നലെ വലിയ രീതിയിൽ തിരച്ചിൽ നടത്തി മറ്റു പ്രതികളെ എല്ലാം തന്നെ പിടികൂടാൻ കഴിഞ്ഞെങ്കിലും മുഖ്യപ്രതിയായ ലിഷോയിലേക്ക് എത്താനായിട്ട് സാധിച്ചിരുന്നില്ല. ലിഷോയി പരിസരവാസി ആയതുകൊണ്ട് തന്നെ ഈ മേഖല നന്നായിട്ട് പരിചയമുള്ള ആളുകൊണ്ട് തന്നെ അയാൾക്ക് രാത്രി ഒളിച്ചിരിക്കാൻ എളുപ്പമായിരുന്നു. പക്ഷെ പിന്നീട് ഇയാളെ ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിൽ വീണ്ടും പോലീസ് വലിയ രീതിയിലൊരു തെരച്ചിലേക്ക് രാവിലെ തന്നെ നിരീക്ഷണത്തിലായിരുന്നു ആ പ്രദേശം. വീണ്ടും വിപുലമായൊരു തിരച്ചിലേക്ക് നീങ്ങുമ്പോഴാണ് ഇയാൾ വന്നുപെടുന്നത്. പിന്നീട് അവിടുന്ന് ചാടി മറ്റൊരിടത്തേക്ക് മാറിയെങ്കിലും പോലീസ് സമയോചിതമായി തന്നെ ഇടപെട്ടുകൊണ്ട് ആ വീടും പരിസരവും എല്ലാം തന്നെ വളഞ്ഞ് ഇയാളെ പിടികൂടുകയായിരുന്നു. എന്തായാലും കൊലപാതകം, അതും ലഹരി ഇടപാടുകാർ തമ്മിൽ തന്നെ, ലഹരി തന്നെയാണ് എവിടെയും വില്ലനാകുന്നത് എന്നതാണ് ടോം അതിൽ നമ്മൾ കാണേണ്ടത്.
തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ ലഹരിയാണ് ഇവിടെയും വില്ലനാകുന്നത്. കാരണം ഈ സമീപകാലത്ത് കേരളത്തിൽ അരങ്ങേറിയ പല കൊലപാതക കേസുകൾ പരിശോധിച്ചാലും അവിടെ ലഹരിയായിരുന്നു വില്ലൻ. പക്ഷേ ഡാനി, ഈ തൃശ്ശൂരിലെ ഈ കേസുകൾ, തൃശ്ശൂരിലെ ഈ കൊലപാതകം, പെരുമ്പിലാവിലെ കൊലപാതകം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ കൊല്ലും കൊലയും അല്ലെങ്കിൽ ക്രൈം കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന ഒരു ജില്ലയായിരുന്നു തൃശ്ശൂർ. ഈ സമീപ നാളുകളിൽ അല്പം ശാന്തമായിരുന്നു. പക്ഷേ എവിടെ നമുക്കറിയാം, ഈ കഴിഞ്ഞ ന്യൂ ഇയർ ദിനത്തിൽ, പുതുവത്സര ദിനത്തിൽ അന്ന് തൃശ്ശൂരിലൊരു ഒരു യുവാവിനെ, പ്രായപൂർത്തിയാകാത്ത, അതായത് 15 വയസ്സ് പ്രായമുള്ള ഒരു കൗമാരക്കാരൻ കൊലപ്പെടുത്തിയ സംഭവം, അവിടെയും വില്ലനായത് ലഹരിയായിരുന്നു. വീണ്ടും ഈ ലഹരി സംഘങ്ങൾ, ക്രിമിനൽ സംഘങ്ങൾ തൃശ്ശൂരിൽ വീണ്ടും അവരുടെ സജീവമായ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഏത് രീതിയിലുള്ള നടപടികളാണ് ഈ ലഹരി സംഘങ്ങൾക്കെതിരെ, ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ ഇപ്പോൾ ഉണ്ടാകുന്നത് ഡാനി? ടോം സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. കാരണം ഒരു സമയത്ത് നമ്മൾ ഈ കൊച്ചിയെക്കുറിച്ച് പറയുമ്പോൾ വലിയ ഗ്യാങ്ങുകൾ, താവളങ്ങൾ, ഇതെല്ലാം പറയുമ്പോൾ അപ്പോഴും അതിന് തൊട്ടടുത്തുള്ള ഈ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ നഗരത്തിൽ നിന്ന് വിട്ടുനിന്നുള്ള മറ്റു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം ഈ ഗ്യാങ്ങുകളും അതിൻ്റെ ഓരോ സംഘടനകളും എല്ലാം തന്നെ പതിവായ ഒരു സ്ഥലം തന്നെയായിരുന്നു, ഒരു സംശയവുമില്ല. അതിനിടയ്ക്ക് കുറച്ച് ഒരു അമർച്ച വന്നിരുന്നുവെങ്കിലും ആ പഴയ രീതി അത് ഇവിടെയുണ്ട് എന്ന് ഉണർത്തിച്ചുകൊണ്ട് പലപ്പോഴും ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നോളം ചില ഇടവേളകൾ ഇത്തരം ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ സജീവമായിട്ട് തന്നെ ഒരു പാരലൽ ലൈനിലേക്കെല്ലാം തന്നെ പോകുന്നുണ്ട്. നമുക്കറിയാം, കുറച്ച് നാൾ മുമ്പായിരുന്നു സ്വരാജ് റൗണ്ടിൽ ഒരു കൊലപാതകമടക്കം നടക്കുകയും ചെയ്തു. അതിനും ലഹരിയുടെ ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സജീവമാകുന്ന ഈ സംഘടനകൾ പലതും തന്നെയും ലഹരി കേന്ദ്രീകരിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ അടുത്തിടെ ഉണ്ടാകുന്ന പല സംഭവങ്ങളും, സംഘടനകളും, കൊലപാതകങ്ങളും എല്ലാം ഈ രീതിയിൽ തന്നെ ചിത്രീകരിക്കപ്പെടുകയാണ്. ഇങ്ങനെ തൃശ്ശൂരിൽ പലപ്പോഴും പല ഗുണ്ടാ നേതാക്കളും തന്നെയും ഇതുപോലുള്ള ഒരു ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക്, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും പല പരിപാടികൾ സംഘടിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ബർത്ത്ഡേ ആഘോഷങ്ങൾ ഇതുപോലെ വലിയ രീതിയിലേക്ക് മറ്റു ഗ്യാങ്ങുകളെ തോൽപ്പിക്കുന്ന രീതിയിലേക്ക് നടത്തുക, അത് പിന്നീട് കേസാക്കുക, ഇതെല്ലാം തന്നെ സജീവമായിരുന്നു. ഈ കുറച്ച് നാളുകളായിട്ട് പോലീസ് കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഒരു അമർച്ച ചെയ്യാനുള്ള സജീവ ശ്രമങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഇത്തരം ആക്ടിവിറ്റീസ് കുറേയെങ്കിലും താഴേക്ക് കൊണ്ടുവരാനും പോലീസ് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ചരട് പൊട്ടിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ഇങ്ങനെയും ചില സംഭവങ്ങൾ അതിനിടയിൽ ഉണ്ടാകുന്നുണ്ട്. കൃത്യമായ ഇടപെടലടക്കം അതിൽ പോലീസ് നടത്താനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതെല്ലാം ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് സത്യം. തൃശ്ശൂർ നഗരം വിട്ട് മറ്റിടങ്ങളിലേക്ക് പോകുമ്പോഴാണ് കൂടുതലും റൂറൽ പോലീസിൻ്റെ ലിമിറ്റിലാണ് കൂടുതലും ഇത്തരം കേന്ദ്രങ്ങളും ഇതുപോലുള്ള ഈ മയക്കുമരുന്ന് ഉപയോഗം, ഗുണ്ട പക, കുടിപ്പക, ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നത്. പോലീസ് കൃത്യമായി ഇടപെടേണ്ട ഇടങ്ങൾ തന്നെയാണ് ഇത്. അവിടെ അത്തരം ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഈ പഴയ കാലത്തിൻ്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ ഇനിയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ടോം, അത് തന്നെയാണ് ഡാനി സൂചിപ്പിച്ചതുപോലെ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തൃശ്ശൂരിൽ വീണ്ടും ചോര പൊടിയുന്ന അവസ്ഥ, യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ. അവിടെ ലഹരി പ്രധാന വില്ലനാകുന്നു. ലഹരി സംഘങ്ങളും ക്രിമിനൽ സംഘങ്ങളും തൃശ്ശൂർ നഗരത്തിൽ പിടിമുറുക്കുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ചെറിയ റീൽസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കം, അതിനപ്പുറം ലഹരി ഇടപാടിലെ പ്രധാനികളാണ് ഈ പ്രതികളും, പിടിയിലായ 4 പ്രതികളും കൊല്ലപ്പെട്ട യുവാവും എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇടുക്കി തൊടുപുഴയിൽ കാണാതായ വ്യവസായിയുടെ മൃതദേഹം മാലിന്യക്കുഴിയിൽ കുഴിച്ചിട്ട നിലയിൽ. കാണാതായ വ്യവസായി ചുങ്ക സ്വദേശി ബിജു ജോസഫിൻ്റെതാണ് മൃതദേഹമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വിദഗ്ധ സംഘം മാൻഹോളിലിറങ്ങി മൃതദേഹം പുറത്തെടുത്തു. തൊടുപുഴയിൽ കാണാതായ വ്യവസായിയെ കൊന്നതാണെന്ന് വ്യക്തമായി. ചുങ്ക സ്വദേശി ബിജു ജോസഫ് കസ്റ്റഡിയിലുള്ള 3 പേരിൽ ഒരാളുടെ ഗോഡൌണിലെ മാലിന്യക്കുഴിയിലാണ് ബിജു ജോസഫിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. തൊടുപുഴയിൽ നിന്ന് PS സാഗർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാഗർ, 2 ദിവസം മുൻപാണ്, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 2 ദിവസം മുൻപാണ് ഈ വ്യവസായിയായിട്ടുള്ള ബിജുവിനെ കാണാതാകുന്നത്. പിന്നീട് എങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് ഇത് ബിജുവിനെ കൊന്നു കുഴിച്ചു മൂടിയെന്ന വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്? ടോം, തൊടുപുഴ ചുങ്കത്ത് നിന്ന് വ്യാഴാഴ്ചയാണ് ബിജു ജോസഫ് എന്നയാളെ കാണാതായത്. ഈ ബിജു ജോസഫ് രാവിലെ വീട്ടിൽ നിന്നും ചായ കുടിക്കുവാനായി ഇറങ്ങിയതായിരുന്നു. തുടർന്ന്
ബിജു ജോസഫ് പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. ഇതിനുശേഷം വീട്ടുകാർ തൊടുപുഴ പോലീസിൽ പരാതി നൽകി. തൊടുപുഴ പോലീസ് ഈ ബിജുവിനെ തിരക്കിയുള്ള അന്വേഷണത്തിലായിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ. ഈ സമയത്ത് ബിജുവിനെ തിരക്കി നടക്കുന്ന സമയത്താണ് ഫോൺ കോളിൽ നിന്നും, അതായത് ബിജുവിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ബിജുവിന്റെ ഒരു ബിസിനസ് പങ്കാളിയായ ഒരാളുടെ ഗോഡൌണിന് സമീപത്ത് നിന്ന് ഫോണിന്റെ ടവർ ലൊക്കേഷൻ ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് ബിജുവിന്റെ തന്നെ ബിസിനസ് പങ്കാളിയായ ദേവമാത കാറ്ററിംഗ് എന്ന സ്ഥാപനം നടത്തുന്ന ജോമോൻ എന്നയാളെ പോലീസ് പിടികൂടുന്നത്. ഇതിനോടൊപ്പം തന്നെ 2 കൊട്ടേഷൻ സംഘങ്ങളെയും പോലീസ് പിടികൂടിയിരുന്നു. ഇവരെ 3 പേരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ ദേവമാത കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന ജോമോന്റെ തന്നെ ഗോഡൌണിന് ഉള്ളിലെ മാൻഹോളിൽ ബിജുവിനെ കൊന്നു കൊഴിച്ചു മൂടിയെന്ന് 3 പേരും പോലീസിന് മൊഴി നൽകിയത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ തന്നെ ഈ ഗോഡൌണിന് സമീപത്തെ ഉള്ളിലേക്ക് തന്നെ പോലീസ് എത്തി. ജില്ലാ പോലീസ് മേധാവിയും ഫോറൻസിക് വിദഗ്ധരടക്കം തൊടുപുഴ പോലീസ് അടക്കം സ്ഥലത്തേക്ക് എത്തി പരിശോധന ആരംഭിച്ചു. ഈ പരിശോധനയിൽ 10 അടിയോളം താഴ്ചയുള്ള ഈ മാൻഹോളിൽ മൃതദേഹം ഉള്ളതായി പോലീസിന് ബോധ്യപ്പെട്ടു. ഈ ഇവിടെ എവിടെ വെച്ചാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത് എന്നുൾപ്പെടെയുള്ള ഒരു കാര്യങ്ങൾക്ക് വ്യക്തത വരേണ്ടതുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ മൃതദേഹം പുറത്തെടുക്കുവാനുള്ള ഒരു നടപടികൾ പുരോഗമിച്ചു വരികയാണ്. ഈ മാൻഹോളിൽ ഇറങ്ങുവാനുള്ള വിദഗ്ധരുടെ സേവനം പോലീസ് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ഇവരാണ് ഇറങ്ങി മൃതദേഹം പുറത്തെടുക്കുവാനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മാൻഹോളിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കുക അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ മാൻഹോളിനുള്ളിൽ സമീപത്ത് തന്നെ കോൺക്രീറ്റുകളെല്ലാം പൊട്ടിച്ചാണ് ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള ഒരു നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തൊടുപുഴ ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇതിനകത്ത് മറ്റൊരു കാര്യം പറയേണ്ടത്, ഈ എറണാകുളം പറവൂരിൽ നിന്ന് ഒളിവിൽ പോയ ഒരു കാപ്പ കേസ് പ്രതിക്കായി പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു. ഇയാൾ എറണാകുളത്ത് നിന്നും ഇയാളെ മിസ്സിംഗ് ആയിരുന്നു. അതായത് ഈ കാപ്പ കേസ് പ്രതിക്കായിട്ടുള്ള തെരച്ചിൽ പോലീസ് നടത്തിയിരുന്നു. ഈ തെരച്ചിലിനൊടുവിൽ ഈ ബിജു ജോസഫിന്റെ കേസിൽ ഈ കാപ്പ കേസ് പ്രതിയുടെ ഒരു കാര്യമാണ് വഴിത്തിരിവായത്. ഈ കാപ്പ കേസ് പ്രതിയെ അന്വേഷിച്ചെത്തിയ പോലീസ് ഈ ജോമോന്റെ തെക്കുംഭാഗത്ത് കലയന്താനിലുള്ള ഗോഡൌണിൽ പോലീസ് എത്തി. അവിടെ നിന്നാണ് ഈ കാപ്പ കേസ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ഈ പിടികൂടുന്ന സമയത്ത് ഈ കാപ്പ കേസ് പ്രതിയോട് തന്നെ പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ്, ഇവിടെ എന്തിനു വന്നു, എന്താണ് കാര്യങ്ങൾ എന്നുള്ള മറ്റെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഇവിടെ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയതായി ഈ കാപ്പ കേസിൽ ഉൾപ്പെട്ട ഈ പ്രതി പോലീസിനോട് മൊഴി നൽകിയത്. തുടർന്നാണ് ഈ ബിജു ജോസഫിന്റെ മൃതദേഹം ഉണ്ടെന്ന് കരുതുന്ന ഈ ഗോഡൌണിൽ തന്നെ പരിശോധന നടത്തിയത്. ഈ ഒരു പരിശോധന നടത്തുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ബിജുവിനെ കാണാനില്ലെന്ന കുടുംബം കൊണ്ട് ഈ കുടുംബം പരാതി നൽകിയത്. ഇതെല്ലാം തുടർന്ന് പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് ഇവിടെ ഒന്ന് കുഴിച്ചു മൂടുകയായിരുന്നു എന്ന ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത്. തീർച്ചയായും ഇങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ സാഗർ ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? അങ്ങനെയെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? ബിസിനസ്സുമായി ബന്ധപ്പെട്ട തർക്കമായിരിക്കുമോ ഈ ബിജു ജോസഫിനെ കൊലപ്പെടുത്താനുള്ള കാരണം? ഇതൊരു കൊട്ടേഷൻ കൊലപാതകമായിട്ടാണോ പോലീസ് കരുതുന്നത്? തീർച്ചയായും ടോം, പ്രാഥമികമായുള്ള ഒരു ഘട്ടത്തിൽ അങ്ങനെ തന്നെ വേണം കരുതുവാൻ. കാരണം ഈ കൊല്ലപ്പെട്ട ബിജു ജോസഫും ഈ പ്രതികളെന്ന് സംശയിക്കുന്നവരിൽ ഈ ജോമോൻ എന്നയാളും തമ്മിൽ ബിസിനസ് പങ്കാളികളാണ്. ഇവർക്ക് 2 പേർക്കും ദേവമാത കാറ്ററിംഗ് എന്ന പേരിലുള്ള ഒരു സ്ഥാപനം, കൂടാതെ മൊബൈൽ മോർച്ചറി, ആംബുലൻസ് തുടങ്ങിയ സർവീസുകളെല്ലാം നടത്തിയിരുന്നവരാണ് ഈ കൊല്ലപ്പെട്ട ബിജു ജോസഫും പ്രതികളിൽ ഒരാളെന്ന് സംശയിക്കുന്ന ഈ ജോമോനും. ഇവർ തമ്മിലാണ് ഈ ബിസിനസ് എല്ലാം നടത്തിയിരുന്നത്. ഇതിൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ ഇടുക്കിയിലെ കട്ടപ്പന, ഉപ്പുതറ തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ ഇതിന്റെ പേരിൽ കേസുകൾ നടന്നത് കോടതിയിലെത്തിയതായും അപ്പോൾ ഈ കേസിന്റെ കാര്യങ്ങൾ പലതും കോടതിയിലെത്തിയതായും പോലീസ് നമ്മളോട് രാവിലെ അറിയിച്ചിരുന്നു. ഈ ബിസിനസ് പങ്കാളിത്തത്തിന്റെ പേരിലാണ് ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായത്. ഈ കോടതിയിൽ കേസ് നിലനിന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ബിസിനസ് പങ്കാളിത്തത്തിന്റെ പേരിലുണ്ടായ സാമ്പത്തിക തർക്കങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ജോമോൻ ഉൾപ്പെടുന്ന സംഘം ഈ ബിജുവിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിനായി കൊട്ടേഷൻ സംഘങ്ങളെ ഏർപ്പെടുത്തുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ഒരു കൊട്ടേഷൻ സംഘത്തെയാണ് ഈ കൊലപാതകം ചെയ്യുവാനായി ജോമോൻ ഏൽപ്പിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൽ ജോമോനും ഈ പ്രതികളെന്ന് കരുതുന്ന ജോമോനും കൂടെയുള്ള 2 കൊട്ടേഷൻ സംഘങ്ങളും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മാൻഹോൾ തുറന്നുള്ള പരിശോധന നടത്തുന്നതും മൃതദേഹം കണ്ടെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. എന്തായാലും മൃതദേഹം ഈ മാൻഹോളിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ പോലീസ് ഉറപ്പിച്ചിരിക്കുന്നു. ഇനി അത് പുറത്തേക്ക് എടുത്ത് അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കാണ് കടക്കേണ്ടത്. ഫോറൻസിക് വിദഗ്ധരുണ്ട്. മൃതദേഹം പുറത്തെടുക്കേണ്ട കാര്യങ്ങളിലെല്ലാം തന്നെ ബാക്കി നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ മുകളിൽ നിന്ന് മൃതദേഹം താഴേക്ക് ഇടുകയായിരുന്നു. അതായത് മാൻഹോളിന്റെ മുകളിലുള്ള അടപ്പ് മാറ്റിയതിനു ശേഷം
മൃതദേഹം താഴേക്ക് ഇടുകയായിരുന്നു എന്നാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. ഈ മാൻഹോളിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കുക അല്പം ദുഷ്കരകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വിദഗ്ധരുടെ സേവനം ഉപയോഗിച്ച് ഈ മാൻഹോളിന്റെ സമീപം കോൺക്രീറ്റ് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇറങ്ങിയിട്ട് വേണം മൃതദേഹം എടുക്കുവാൻ. അതിനുള്ള ഒരു നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സാമ്പത്തികമായുള്ള ഒരു തർക്കം തന്നെയാണ് ഈ ബിസിനസ്സിലുണ്ടായ ഒരു എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്ന് വ്യക്തമായിട്ടുണ്ടോ? കാരണം മാൻഹോളിൽ നിന്നും മൃതദേഹം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മൃതദേഹത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഏത് ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തി പിന്നീട് മാലിന്യക്കുഴിയിൽ ബിജു ജോസഫിന്റെ മൃതദേഹം തള്ളിയെന്നാണോ കരുതേണ്ടത്? തീർച്ചയായും ഈ കൊലപാതകം നടത്തിയത് എവിടെ വെച്ചാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അതെല്ലാം തന്നെ തുടർന്നുള്ള ഇവരെ 3 പേരെയുമുള്ള ചോദ്യം ചെയ്യലിൽ മാത്രമേ എവിടെ വെച്ചാണ് കൊലപാതകം നടത്തിയത് എന്നതടക്കമുള്ള ഒരു കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ ജോമോൻ നടത്തുന്ന ഈ ദേവമാതാ കാറ്ററിംഗിന്റെ ഒരു ഗോഡൌൺ ആണ്. ആ ഗോഡൌണിൽ ഉള്ളിലാണ് ഈ മാലിന്യക്കുഴിയിലേക്കാണ് ഇപ്പോൾ മൃതദേഹം ഇവർ കുഴിച്ചു മൂടിയിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ഈ ഗോഡൌണിന് പുറത്താണ് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ നിലയുറപ്പിച്ചിരിക്കുന്നത്. അകത്തേക്ക് പോലീസ് ആരെയും കടത്തിവിടുന്നില്ല. അവിടെ മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള ഒരു നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമാണ് പോലീസ് നമ്മെ അറിയിച്ചിരിക്കുന്നത്. അതിനുള്ളിലേക്ക് മാധ്യമങ്ങളെ അടക്കം കടത്തിവിടാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കൊലപാതകം നടത്തിയത് എവിടെ വെച്ച് എന്നതടക്കമുള്ള അവിടെ അതിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള ഒരു കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ജോമോൻ ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഈ കൊലപാതകം നയിച്ചതെന്നാണ്, ഈ കൊലപാതകം ചെയ്തതെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പോലീസും അത്തരത്തിലൊരു വിശദീകരണം തന്നെയാണ് നൽകുന്നത്. എന്തായാലും മൃതദേഹം പുറത്തെടുത്തതിന് ശേഷം ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണും കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ജില്ലാ പോലീസ് മേധാവി അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയാൽ മാത്രമേ ഉള്ളൂ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. പോലീസ് നൽകിയ പ്രാഥമിക ഒരു വിവരത്തിൽ നിന്നും സാമ്പത്തികമായി ഉണ്ടായ തർക്കം ഈ കൊലക്കേസിൽ ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയ കേസിൽ ചില വ്യക്തതകൾ കൂടി വരേണ്ടതുണ്ട്. സാഗർ അതോടൊപ്പം അറിയേണ്ടത്, സാഗർ നേരത്തെ സൂചിപ്പിച്ചു, ഈ കൊലക്കേസിലെ ഒരു കാപ്പ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാളെ, അതായത് എറണാകുളം സ്വദേശിയെ തേടി പോലീസ് എത്തുന്നു. പിന്നീട് അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയ വിവരം അറിയുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ബിജുവിനെ കാണാതായതുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുൻപാണല്ലോ ബിജുവിനെ കാണാതാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയപ്പോൾ ഈ ജോമോനെക്കുറിച്ച് ഈ പരാതിയിൽ പരാമർശമുണ്ടായിരുന്നോ? ബിജുവിൻ്റെ കുടുംബത്തിന് അത്തരമൊരു സംശയം ഉണ്ടായിരുന്നോ സാഗർ? തീർച്ചയായും അത്തരത്തിലൊരു സംശയം ഈ കൊല്ലപ്പെട്ട ബിജു ജോസഫിന്റെ കുടുംബത്തിന് ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. കാരണം പറവൂരിൽ നിന്ന് ഒളിവിൽ പോയ കാപ്പ കേസ് പ്രതി അന്വേഷിച്ച് പോലീസ് ചെല്ലുന്നു. ഈ പോലീസ് ചെല്ലുന്നത് ഈ ജോമോന്റെ ഗോഡൌണിനുള്ളിലാണ് പോലീസ് ഇയാളെ കണ്ടെത്തിയത്. പോലീസ് ഈ കാപ്പ കേസ് പ്രതി അന്വേഷിച്ച് ചെന്നെത്തിയത് ഈ ജോമോന്റെ ഗോഡൌണിന് സമീപം തന്നെയാണ്, അതായത് ഗോഡൌണിനുള്ളിലാണ്. തുടർന്നാണ് ഇവിടെ ഈ കാപ്പ കേസ് പ്രതി എങ്ങനെ ജോമോന്റെ ഈ ഗോഡൌണിനുള്ളിൽ വന്നു, ഇല്ലെങ്കിൽ പ്രദേശത്ത് വന്നു എന്നുള്ളത് സംഭവം പോലീസ് ഇയാളോട് ചോദിച്ചറിയുകയും ഒപ്പം തന്നെ ഈ ബിജുവിനെ കാണാതായി എന്നുള്ളൊരു പരാതി കുടുംബം പോലീസ് നൽകുകയും ചെയ്തു. അതിൽ ജോമോന്റെ പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. സംശയമുള്ള ആളുകളുടെ പേരിൽ ഒരാളായിരുന്നു ജോമോൻ. ഈ ജോമോന്റെ പേര് ഇക്കാര്യത്തിൽ പരാതിയിൽ പറയുകയും ചെയ്തിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജോമോന്റെ പേര് പറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് കാപ്പ കേസ് പ്രതിയെ ഗോഡൌണിനുള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്തത്. ഇതേ തുടർന്നുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഈ പ്രതിയാണ്, അതായത് ഈ കാപ്പ കേസിൽ ഉൾപ്പെട്ട ഇയാളാണ് ആദ്യം പോലീസിന് ഇത്തരത്തിലൊരു മൊഴി കൊടുത്തത്. അതായത് ഇയാൾ ഇവിടെ വന്ന് ഒളിവിൽ താമസിക്കുകയായിരുന്നു എന്നും കൂടാതെ ഈ ചുങ്കം സ്വദേശിയായ ബിജു ജോസഫിനെ ഇവിടെ കുഴിച്ചു മൂടിയെന്നൊരു വിവരം പോലീസിന് നൽകിയത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ഈ ജോമോൻ ഉൾപ്പെടെ മറ്റു 2 പേരെയും കൂടി പിടികൂടിയത്. ഇവര് 3 പേരെയും 3 നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജോമോനെ മറ്റൊരു സ്ഥലത്ത് നിന്നാണ് പിടികൂടിയത്. ആദ്യം ഈ കാപ്പ കേസ് പ്രതിയാണ് പിടികൂടിയത്. അപ്പോൾ ഈ പരാതി കൊടുത്തതിൽ തന്നെ ജോമോന്റെ ഒരു പേര് കുടുംബം പരാമർശിച്ചിരുന്നത് കൊണ്ട് തന്നെ പോലീസിന് ഇവരിലേക്ക് എത്തുവാനുള്ള ഒരു കാര്യം എത്രയും പെട്ടെന്ന് എത്തുവാനായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്, മിനിഞ്ഞാന്നാണ് ഈ ബിജു ജോസഫിനെ കാണാതായത്. തുടർന്ന് പോലീസ് അന്വേഷണം ദ്രുതഗതിയിലാക്കുകയായിരുന്നു. ഇത്തരത്തിലൊരു സാമ്പത്തിക ഇടപാടുകൾ ഇവർ തമ്മിലുള്ള കേസുകളും മറ്റും കുടുംബം പോലീസിൽ അറിയിച്ചിരുന്നു. ജോമോനും ബിജു ജോസഫും തമ്മിൽ ഒരു സാമ്പത്തിക തർക്കങ്ങളും കോടതിയിലുള്ള കേസുകളും പോലീസ് സ്റ്റേഷൻ അടക്കം നിരവധി പരാതികളുമുള്ള കാര്യം പോലീസിൽ കുടുംബം അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ ചുരുളരിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ മാൻഹോളിനുള്ളിലേക്ക് ഇല്ലെങ്കിൽ ഈ കൊലപ്പെടുത്തി ഇട്ട ഒരു ഇവർ ചെയ്തത് ആ ഒരു മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. എന്തായാലും ജില്ലാ പോലീസ് മേധാവി അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. സാഗർ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മൃതദേഹം മാൻഹോളിൽ നിന്നും പുറത്തെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടാണല്ലോ മനസ്സിലാക്കുന്നത്. ഈ ശ്രമം അത്ര ദുഷ്കരമാണെന്നറിയാം. കാരണം മാൻഹോളിൽ അതിന് വിദഗ്ധർ അവിടെ എത്തിയിട്ടുണ്ട് മൃതദേഹം പുറത്തെടുക്കാൻ വേണ്ടി. ഇതിന് പോലീസിനൊപ്പം മറ്റേതൊക്കെ
സംഘങ്ങളാണ് ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികളുടെ ഭാഗമായി അവിടെ എത്തിയിരിക്കുന്നത്? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാൻഹോളിനുള്ള ഏകദേശം തറനിരപ്പിൽ നിന്നും 10 അടിയോളം താഴ്ചയാണ് ഈ മാൻഹോളിനുള്ളതെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ 10 അടിയോളം താഴ്ചയുള്ള മാൻഹോളിൽ മുകളിലത്തെ ഈ മാൻഹോളിന്റെ അടപ്പ് നീക്കിയതിനു ശേഷം കൊലപ്പെടുത്തിയ ബിജു ജോസഫിനെ മാൻഹോളിനുള്ളിലേക്ക് തള്ളുകയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അപ്പൊ ഈ മാൻഹോളിനുള്ളിലേക്ക് ഇറങ്ങി മൃതദേഹം പുറത്തേക്ക് എടുക്കുക എന്നത് അല്പം ദുഷ്കരകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ മാൻഹോളിന് താഴേക്ക് നമുക്കറിയാം അവിടെ ഒരു വെളിച്ചം പോലും എത്താത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ മാൻഹോളിന് സമീപമുള്ള കോൺക്രീറ്റ് എല്ലാം പൊട്ടിച്ച് അവിടെ വീതി കൂട്ടിയതിനു ശേഷം ഫയർഫോഴ്സിലെ ഈ മാൻഹോളിനുള്ളിലും വെള്ളത്തിലൊക്കെ ഇറങ്ങി മൃതദേഹം എടുക്കാൻ അതിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ഫയർഫോഴ്സിലുള്ളവരെ പോലീസ് സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരാണ് ഇതിലേക്ക് ഇറങ്ങി ഈ മൃതദേഹം എടുക്കാനുള്ള ഒരു നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. ഇറങ്ങി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാൻഹോളിന് സമീപവും മറ്റും കോൺക്രീറ്റ് കട്ടർ കൊണ്ട് പൊട്ടിച്ചു നീക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം പുറത്തെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മൃതദേഹം പുറത്തെടുത്താൽ തന്നെ ഈ പ്രതികളുടെ മൊഴി മാത്രമാണ് ഇതിന് ആധാരമായിട്ടുള്ളത്. ഇവർക്കൊന്ന് ഇതിൽ കുഴിച്ചു മൂടിയെന്നുള്ള ഈ പ്രതികളുടെ മൊഴി മാത്രമാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിനാൽ തന്നെ ഈ മൃതദേഹം പുറത്തെടുത്ത് മറ്റു പരിശോധനകളെല്ലാം തന്നെ നടത്തേണ്ടി വരും. അതിനു വേണ്ടി ഫോറൻസിക് വ്യക്തമാണ്. PS സാഗറാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴയിൽ ബിസിനസ് ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് വ്യവസായി ബിജു ജോസഫിനെ കൊന്നു കുഴിച്ചുമൂടിയത്. മാൻഹോളിലേക്ക് തള്ളി മൃതദേഹം കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം തള്ളിയെന്നാണ് മനസ്സിലാക്കുന്നത്. മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ബിജുവിൻ്റെ ബിസിനസ് കൂട്ടാളിയായിട്ടുള്ള ജോമോനും 2 കൊട്ടേഷൻ സംഘങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. ഒറ്റമൂലി രഹസ്യം കൈക്കലാക്കാൻ മൈസൂരു സ്വദേശിയായ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫിന് 13 വർഷവും 9 മാസവുമാണ് തടവ് ശിക്ഷ. രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ 8 വർഷവും 9 മാസവും, 6-ാം പ്രതി നിഷാദ് 5 വർഷവും 9 മാസവും ശിക്ഷ അനുഭവിക്കണം. മഞ്ചേരി 1-ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 3 പ്രതികളും പിഴ ഒടുക്കണമെന്നും കോടതിയുടെ വിധിയിലുണ്ട്. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നു. അനുമോദ്, നമ്മൾ ഇതിൻ്റെ ഈ പ്രതികളെ കുറ്റക്കാരെന്ന് വിധിച്ച ദിവസം, കണ്ടെത്തിയ ദിവസം അന്ന് വിശദമായി ഈ വിഷയം ചർച്ച ചെയ്തതാണ്. കാരണം മൃതദേഹം കണ്ടെത്താത്ത, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില്ലാത്തൊരു കേസ്, ശാസ്ത്രീയ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ അപൂർവമായ കേസുകളിലൊന്ന്. ഇതിൽ ഒരു കൊലക്കേസാണ്. പക്ഷെ അവിടെ കൊലക്കേസാണ് എന്ന് കണ്ടെത്തിയിട്ടും കൊലപാതക കുറ്റം അടക്കം തെളിഞ്ഞിട്ടും ഈ പ്രതികൾക്ക് ഒരു ജീവപര്യന്തം ശിക്ഷയില്ല, 13 വർഷം തടവ് ശിക്ഷ. ഇത് ഈ പ്രോസിക്യൂഷൻ്റെ നിലപാടെന്തായിരുന്നു? കോടതിയിൽ പ്രോസിക്യൂഷൻ ഈ വിധിയിൽ തൃപ്തരാണോ? ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ. ടോം, ജീവപര്യന്തം എന്നത് ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ലഭിക്കാൻ വളരെ സാധ്യത കുറവാണെന്ന് പ്രോസിക്യൂഷൻ ആദ്യം തന്നെ കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. നിലവിൽ പക്ഷേ നമ്മൾ ഈ ജീവപര്യന്തം ലഭിച്ചില്ല എന്ന് പറയുന്നതിനേക്കാൾ ഇവിടെ പറയേണ്ടത് 13 വർഷം 9 മാസം ഒറ്റ കാലയളവായിട്ട് പ്രതികൾ, ഈ മുഖ്യപ്രതി അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ ആ വിധിയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഷൈബിൻ അഷ്റഫിനെതിരെ ഗൂഢാലോചന, തടവിൽ വെക്കൽ, തെളിവ് നശിപ്പിക്കൽ, നരഹത്യ കുറ്റങ്ങളാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് 8 വർഷവും, ഗൂഢാലോചനയ്ക്ക് 2 വർഷവും, തടങ്കൽ വയ്ക്കുന്നതിന് 3 വർഷവും, തെളിവ് നശിപ്പിക്കുന്നതിന് 9 മാസവുമാണ്. സാധാരണഗതിയിൽ ഒരു ശിക്ഷ വിവിധ വകുപ്പുകളിലായിട്ട് ഒരു ശിക്ഷയാണ് അനുഭവിക്കേണ്ടി വരാറുള്ളത്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് ഓരോന്നിനും വെവ്വേറെ ശിക്ഷ അനുഭവിക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ഷൈബിൻ അഷ്റഫ് ഈ 8 വർഷം എന്ന ഈ ശിക്ഷാ കാലാവധിക്ക് പുറമെ ഗൂഢാലോചനയ്ക്കും തടവിൽ വയ്ക്കുന്നതിനും തെളിവ് നശിപ്പിച്ചതിനും ഒക്കെയുള്ള ശിക്ഷകൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. മറ്റു പ്രതികൾക്കും, അതായത് രണ്ടാം പ്രതിയായിട്ടുള്ള ഷിഹാബുദ്ദീൻ 8 വർഷവും 9 മാസവുമാണ് ആകെ അനുഭവിക്കേണ്ടത്. അതിൽ ഏറ്റവും അധികം ശിക്ഷ വിധിയുള്ളത് തട്ടിക്കൊണ്ടുപോകലിനും തടങ്കൽ വയ്ക്കുന്നതിനും, അതിന് 3 വർഷം വീതം. അതേപോലെ ഗൂഢാലോചനയ്ക്ക് 2 വർഷവും, തെളിവ് നശിപ്പിക്കലിന് 9 മാസവും. സാധാരണഗതിയിൽ ഈ 3 എല്ലാം കൂടി ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്ന് കോടതി പറയുന്ന സാഹചര്യമല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 6-ാം പ്രതിയുടെ കാര്യത്തിലും സമാനമാണ്. 5 വർഷവും 9 മാസവുമാണ് 3 വകുപ്പുകളിലായിട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും ഇത് കോടതി
ഈ ശിക്ഷ കുറച്ച് കണ്ടു അല്ലെങ്കിൽ അത് അത്തരത്തിലൊരു നിരീക്ഷണം ഒരിക്കലും നടത്താൻ കഴിയുന്ന സാഹചര്യമല്ല. ഇതൊരു പ്രത്യേകതരം കേസായിട്ട് വേണം കാണാൻ. കാരണം അസ്വാഭാവിക മരണത്തിന് മാത്രം കേസ് രജിസ്റ്റർ ചെയ്യാവുന്ന സാഹചര്യത്തിൽ നിന്ന് കൊലക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് ശാസ്ത്രീയമായിട്ട് കേരള പോലീസ് ഇതുവരെ പരീക്ഷിക്കാത്ത പല രീതികളും പരീക്ഷിച്ച് സയൻറ്റിഫിക് എവിഡൻസിൻ്റെ മാത്രം പിൻബലത്തോടെ ഒരു സാക്ഷിയുടെ പോലും മൊഴിയില്ലാതെ ഒരു ടെലിഫോൺ രേഖ പോലും ഇല്ലാതെ ഇത്തരത്തിലൊരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച് അതിൽ പ്രധാനപ്പെട്ട 3 പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു എന്നതിനെ നമുക്ക് ഒരിക്കലും വലിയ കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരിക്കലും ചെറുതായി കാണാൻ കഴിയുന്നതല്ല. അതൊരു മാതൃകാപരമായിട്ടുള്ള കേസ് അന്വേഷണം, മാതൃകാപരമായിട്ട് ചരിത്രവിധിയായിട്ട് തന്നെ വേണം കാണുവാൻ. ഇനി ഇതിൽ പ്രധാനമായിട്ടുള്ളത് അപ്പീൽ പോകുന്നതിനെ കുറിച്ചുള്ളൊരു പരാമർശമാണ്. തീർച്ചയായും അനുമതി സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ ഒരു അന്വേഷണ മികവാണ്. കാരണം യാതൊരു തെളിവുമില്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ തെളിവുകളിലൂടെ ഈ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞത്. ഇതോടൊപ്പം അനുമോദ് അറിയേണ്ടതുണ്ട്. കാരണം 9 പ്രതികളെ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. ഈ 9 പ്രതികളുടെ കാര്യത്തിൽ, അതായത് ഈ കേസിലെ കൂട്ടുപ്രതികളുടെ കാര്യത്തിൽ ഇനി പ്രോസിക്യൂഷൻ അപ്പീൽ പോകാനുള്ള നീക്കങ്ങൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുണ്ടാകുമോ? തീർച്ചയായും അതുതന്നെയാണ് അടുത്ത ഘട്ടത്തിലുള്ളത്. ഈ വിശദമായ വിധിപ്പകർപ്പ് ഇന്നാണ് ലഭിക്കുക എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത്. അത് പഠിച്ചതിന് ശേഷം അപ്പീൽ പോകുന്നതിനെക്കുറിച്ച് കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഈ 9 പ്രതികൾക്കെതിരെ എന്തുകൊണ്ട് വിധി ഉണ്ടായില്ല എന്നതിൻ്റെ ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ 9 പേർക്കെതിരെയും ചുമത്തിയിരുന്നത് തട്ടിക്കൊണ്ടുപോരലിന് സഹായം ചെയ്യൽ, അതേപോലെ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിൽക്കൽ, ഈ വിവരങ്ങൾ മറച്ചുവെക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ തട്ടിക്കൊണ്ടുപോകലിന് ഓരോരുത്തർക്കും എതിരെ ഓരോരോ കുറ്റപത്രങ്ങളാണുള്ളത്. അതിൽ പറയുന്ന കാര്യങ്ങൾ അവർ അത് ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കുന്നതിനുള്ള സാങ്കേതികമായിട്ടുള്ള തെളിവുകൾ ലഭ്യമായിരുന്നില്ല എന്നതാണ് അവർക്ക് ഈ ശിക്ഷ കിട്ടാത്തതിൻ്റെ ഒരു കാരണം. കാരണം 3 വർഷം മുമ്പാണ് ഇതിൻ്റെ നടപടികൾ ആരംഭിക്കുന്നത്. അന്നൊക്കെ ഈ ടെലിഫോൺ രേഖകൾ, അതായത് 2 വർഷം മാത്രമാണ് അത് ലഭിക്കാനുള്ള ഒരു സാങ്കേതിക സാഹചര്യം ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും ഈ സംഭവം നടന്ന് 2-3 വർഷം കഴിഞ്ഞിരുന്നു. കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ മൊബൈൽ ടവർ നെറ്റ്വർക്കുകളും ടെലിഫോൺ മറ്റ് കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അത് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അതിന് പുറമെ സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളൊന്നും അതുകൊണ്ട് തന്നെ കാര്യമായി ലഭിച്ചിരുന്നില്ല എന്നതാണ് അവർ ഈ കുറ്റത്തിൽ നിന്ന് ഈ 9 പേർ അല്ലെങ്കിൽ ഒഴിവാകാനുള്ളൊരു കാരണം. ഇതിനെതിരെ എന്താണെങ്കിലും അപ്പീൽ പോകാൻ തന്നെയാണ് സാധ്യത എന്നാണ് പ്രോസിക്യൂട്ടർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വിധിപ്പകർപ്പ് പൂർണ്ണമായും ലഭിച്ച് പഠിച്ച ശേഷമായിരിക്കും നടപടികൾ സ്വീകരിക്കുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ടോം. വ്യക്തമാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം പാണ്ടിക്കാട് ഉത്സവത്തിനിടെ ഉണ്ടായ വെടിവെപ്പ് കേസിനെ കുറിച്ച് കൂടി വിശദമായി പരിശോധിക്കണം ഇടവേളയ്ക്ക് ശേഷം. മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെ ഉണ്ടായ വെടിവെപ്പാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാന് വെടിയേറ്റു. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തിങ്കളാഴ്ച പുളിവെട്ടിക്കാവ് ക്ഷേത്രത്തിൽ ദേശങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായിരുന്നു. ഇതിൻ്റെ തുടർച്ചയാണ് കുടുംബക്ഷേത്രത്തിലെ താലപ്പൊലിക്കിടെ ചീട്ടുകളി സംഘങ്ങൾ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും ഒടുവിൽ വെടിവെപ്പിൽ കലാശിക്കുകയും ചെയ്തത്. CV അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനുമോദ്, ഒരു ചെറിയ തർക്കം, ഒരു ചീട്ടുകളിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം പിന്നീട് വെടിവെപ്പിൽ കലാശിക്കുന്നു. പ്രതിയെ കണ്ടെത്തിയിട്ടുണ്ടോ? വെടിയേറ്റ ലുക്മാൻ്റെ നില ഇപ്പോൾ എങ്ങനെയാണ്? ടോം, നാട്ടുകാർ തമ്മിലുള്ള, അതായത് 2 ദേശക്കാർ തമ്മിലുള്ള തർക്കം, അതാണ് ഇപ്പോൾ ഈ എയർ ഗൺ ഉപയോഗിച്ചുള്ള വെടിവെപ്പിലേക്കും തമ്മിലടിയിലേക്കും ഒക്കെ നീണ്ടിരിക്കുന്നത്. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച പുളിവെട്ടിക്കാവിലെ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ സമയത്ത് 2 ദേശക്കാർ തമ്മിൽ, കൊടശ്ശേരിയും ചെമ്പ്രശ്ശേരിക്കാർ തമ്മിൽ തർക്കം ഉണ്ടാവുകയും അവിടെ ചെറിയ തോതിൽ മർദ്ദനവും അല്ലെങ്കിൽ ഉന്തും തള്ളും അത്തരത്തിൽ വെല്ലുവിളിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഉണ്ടായ സംഭവത്തിന് പകരമായിട്ട് ഈ കഴിഞ്ഞ ദിവസത്തെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് മറ്റുള്ളവർ ഇവിടെ എത്തി ഈ ചെമ്പ്രശ്ശേരിക്കാരുടെ അടുത്തെത്തി ഇവിടെ ആക്രമിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ള സംഘർഷ സമയത്താണ് എയർ ഗൺ ഉപയോഗിച്ചുള്ള ഈ വെടിവെപ്പ് ഉണ്ടായതും ഈ വെടിവെപ്പിനെ തുടർന്ന് ഒരാൾക്ക്, ലുഖ്മാൻ എന്ന ആൾക്ക്
ഗുരുതരമാണ് എന്ന് പറയാനാകില്ല, പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. ഇയാൾ ചെമ്പ്രശ്ശേരി സ്വദേശിയാണ്. ഇതിനു പുറമെ അവിടെ ഉണ്ടായിരുന്ന 10-20ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരവുമുണ്ട്. ഈ പരസ്പരം ഉള്ള തർക്കം അത് തല്ലി തീർക്കണമെന്ന ചിന്താഗതിയിൽ ഇവർ ഇരുമ്പുപടിയും മറ്റുമൊക്കെ കൈവശം വെച്ചാണ് ഉത്സവത്തിന് വന്നത് എന്നാണ് നമുക്ക് പ്രദേശത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും തല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പ് ഒരു കാരണമുണ്ടാക്കും. ആ കാരണം പറഞ്ഞ് തല്ലും. അതെല്ലാം പക്ഷേ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും അവസാനമായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അത് തന്നെയാണ് അനുമോദ്. കാരണം നമുക്കറിയാം പല ക്ഷേത്ര ഉത്സവങ്ങളിലും രണ്ട് ദേശങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്, സംഘർഷമുണ്ടാകാറുണ്ട്. അനുമോദ് സൂചിപ്പിച്ചു. പക്ഷേ ഇത് കൈവിട്ടു പോകുന്നു, കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥ. ഒടുവിൽ അത് തോക്കുമായി എത്തി, എയർഗണ്ണുമായി എത്തി വെടിവെക്കുന്നു. അങ്ങനെയെങ്കിൽ അത് ആസൂത്രിതമായിട്ടുള്ളൊരു ആക്രമണമായി തന്നെ കാണേണ്ടതില്ലേ? കൊലപ്പെടുത്തുകയായിരുന്നോ ഈ അക്രമിയുടെ ലക്ഷ്യം? എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചാൽ അതിൻ്റെ ഒരു ഗൗരവം എത്രമാത്രം ഉണ്ടാകുമെന്നൊരു പക്ഷേ ചിന്തിച്ചിട്ടായിരിക്കില്ല. നേരെ മറിച്ച് പരിക്കേൽപ്പിക്കുക, ആക്രമിക്കുക എന്ന ഉദ്ദേശം വെച്ച് തന്നെയായിരിക്കാം ഈ രണ്ട് സംഘങ്ങളും അല്ലെങ്കിൽ ഈ കുറച്ച് ആളുകൾ എത്തിയിട്ടുണ്ടാവുക. അല്ലാതെ ഇരുമ്പുതണ്ടും ഈ എയർഗണ്ണൊന്നും കൈവശം ഉത്സവത്തിന് വരുമ്പോൾ കൊണ്ടുവരേണ്ട കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ അന്ന് തിങ്കളാഴ്ച ഉണ്ടായ ആ സംഘർഷത്തിന് പകരമായിട്ട് അവരുടെ നാട്ടിൽ വെച്ച് ഞങ്ങളും തിരിച്ചു തല്ലും എന്ന തരത്തിലുള്ളൊരു ചിന്താഗതി തന്നെയായിരിക്കാം അതുതന്നെ ഈ ഒരു സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ വലിയ പരിക്കുകളൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. പോലീസ് ഇതിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പലരും ഈ വിഷയം ഉണ്ടായതിനെ തുടർന്ന് ഒളിവിൽ പോയിട്ടുണ്ട് എന്നാണ് അറിയാനാകുന്നത്. കാരണം എയർഗണ്ണ് ഉപയോഗിക്കുന്നതിന് സാധാരണഗതിയിൽ ലൈസൻസ് ഒന്നും ആവശ്യമില്ലാത്തതാണ്. പക്ഷേ ജീവന് അപകടമാകുന്ന തരത്തിൽ, ജീവന് ഹാനി വരുന്ന തരത്തിൽ ഏത് ആയുധം ഉപയോഗിച്ചാലും അത് കുറ്റകരമായ ഒരു സാഹചര്യം തന്നെ എതിർക്കുക. പോലീസിന് അതിന് വധശ്രമത്തിന് കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവത്തിന് ശേഷം ഈ മേഖലയിലുള്ള പലരും ഒളിവിലായതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. ടോം. അനുമോദ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. രണ്ട് ദേശത്തുള്ളവരും സംഘടിച്ച് നിൽക്കുന്നുണ്ട്. അത് ഇതിനു മുൻപും ഇത് പതിവായി ഇതുപോലെ ക്ഷേത്രോത്സവത്തിനിടെ സംഘർഷങ്ങൾ ഇവിടെ ഉണ്ടാകാറുള്ളതാണോ? ഈ ഏതെങ്കിലും ക്രിമിനൽ സംഘത്തിൽപ്പെട്ടവരാണോ ഈ രീതിയിൽ സംഘർഷമുണ്ടാക്കുകയും പിന്നീടത് വെടിവെയ്പ്പ് വരെയും കലാശിക്കുന്ന സംഭവത്തിലേക്ക് വരെ എത്തിച്ച ഈ കേസിൽ പിന്നിൽ ഏതെങ്കിലും ക്രിമിനൽ സംഘങ്ങൾക്കോ അല്ലെങ്കിൽ ലഹരി സംഘങ്ങൾക്കോ ബന്ധമുണ്ടോ? അതോ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ സംഘർഷം അത് വലിയ രീതിയിൽ അക്രമമായി മാറുന്നു, അങ്ങനെയാണോ കരുതേണ്ടത്? ഈ അക്രമം നടത്തിയവർ സ്വാഭാവികമായിട്ടും ഏത് ലഹരിയിലായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം അക്രമം തന്നെ ലഹരിയാക്കി കഴിഞ്ഞാൽ അതിന് ചെറിയ പിന്തുണ മാത്രം മതി മറ്റ് ലഹരികളിൽ നിന്ന്. സ്വാഭാവികമായിട്ടും വെല്ലുവിളിയും അതേപോലെ നാട്ടുകാർ തമ്മിലുള്ള സംഘർഷമൊക്കെ അവരെക്കാൾ കരുത്ത് ഞങ്ങൾക്കാണ് എന്ന് കാണിക്കാവുന്ന ഒരു വാശിപ്പുറത്തുണ്ടാകുന്ന തുടർച്ചയായ സംഭവങ്ങളാണ്. ഇവിടെ ഈ കേസിൽ ഉൾപ്പെട്ടവരെ കുറിച്ച് പോലീസ് പക്ഷേ അത്തരത്തിലൊരു വ്യക്തമായ വിവരങ്ങൾ നൽകിയിട്ടില്ല. എന്തായാലും ലഹരിക്ക് അടിമപ്പെട്ട ആരെങ്കിലുമൊക്കെ അതിൽ ഉണ്ടാകാതിരിക്കില്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം സമീപകാലത്തുണ്ടാകുന്ന സംഭവവികാസങ്ങളൊക്കെ നമ്മൾ കൃത്യമായി നിരീക്ഷിക്കുമ്പോൾ എല്ലായിടത്തും ലഹരി ശൃംഖലയുടെ ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും നമുക്കത് സഹകരിച്ച് പോകാൻ കഴിയാതെ പ്രതിഷേധത്തിൽ അത് വലിയ തോതിൽ പൊട്ടിത്തെറിയിലേക്കും കയ്യാങ്കളിയിലേക്ക് മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് പിന്നിൽ ക്രിമിനൽ സംഘങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാനാകില്ല. നാട്ടുകാർ തമ്മിലുണ്ടായ തർക്കം എന്ന് മാത്രമേ പറയാനാകൂ. പക്ഷേ ആ തർക്കം ഇത്രയും വലിയൊരു പ്രശ്നമാക്കിയതിന് പിന്നിൽ ലഹരിയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് ഇല്ല എന്നോ ഉണ്ടോ എന്ന് പറയും. പക്ഷേ സാന്നിധ്യം ഉണ്ടാകാൻ തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം. ടോം. CV അനുമോദാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ വെടിവെപ്പിൽ ഒരാൾക്ക് പരിക്കേറ്റു, കഴുത്തിനാണ് പരിക്കേറ്റത്. രണ്ട് ദേശങ്ങൾ തമ്മിലുള്ള ചെറിയ രീതിയിലുള്ള തർക്കമായിരുന്നു ഈ രീതിയിൽ വെടിവെപ്പിൽ വരെയും കലാശിക്കാൻ കാരണമായത്. ഈ സമീപ നാളുകളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങളും കൊലപാതകവും അരങ്ങേറിയത് കോഴിക്കോട് താമരശ്ശേരി എന്ന പ്രദേശത്താണ്. താമരശ്ശേരിയിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ ലഹരി ഉപയോഗിച്ച് 4 യുവാക്കളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. 4 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതിലേറെ നടുക്കമുണ്ടാക്കിയ 2 സംഭവങ്ങളായിരുന്നു കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസ് എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൊലപാതകവും
കഴിഞ്ഞ ദിവസം ലഹരിക്കടിമയായ യുവാവ് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസും. ഈ രണ്ട് സംഭവങ്ങളിലും പോലീസിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ഷഹബാസിൻ്റെയും അതോടൊപ്പം കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഷിബിലയുടെയും കുടുംബം പോലീസിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ലഹരിക്കടിമയായ യുവാവ് ഭാര്യയെ കുത്തിക്കൊന്ന സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് കുടുംബം ഉന്നയിക്കുന്നത്. മകൾ നൽകിയ പരാതിയിൽ സംയോജിതമായി നടപടിയെടുത്തിരുന്നുവെങ്കിൽ ദാരുണമായ ഒരു സംഭവം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. കൊലപാതകത്തിൽ യാസറിന്റെ കുടുംബത്തിനും പങ്കുണ്ടെന്ന് ഷിബിലിയുടെ മാതാപിതാക്കൾ ആരോപിച്ചു. പിന്നെ നല്ല സ്നേഹത്തില് ഭയങ്കര സ്നേഹം പിടിച്ചു പറ്റിയിട്ടാണ് ഓന് 3 തവണ ഓൻ ആ ബാഗും കഴുത്തിലിട്ട് ഇവിടെ വന്നിട്ട് മൂന്ന് ടൈമിൽ വന്നപ്പോ ആ ബാഗും ഓന്റെ കഴുത്തിലുണ്ട്. ഇതിൽ കത്തിയാണെന്നുള്ള പ്രതീക്ഷ നമുക്കില്ലല്ലോ. ഇവനെ ഒരു കാലത്തും ഓന് ഞങ്ങളെയും കൊല്ലും. ഓനിനി പുറത്തിറങ്ങിക്കുകയാണെങ്കിൽ ഇതിലും വലിയ തോന്നി ഉണ്ടാക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഇന്നോട് ഓൻ അത്രക്ക് ദേഷ്യമുണ്ട്. എന്താ കാരണം എനിക്ക് അറിയൂല. ഒരുപാട് തവണ ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരതിനെ പറ്റി യാതൊരു നടപടി എടുത്തില്ല. ശരിക്കും അന്ന് എന്തെങ്കിലും ഒരു നടപടി പോലെ കറക്റ്റായിട്ട് എടുത്തിന് അന്ന് എന്റെ മോളെ പെട്ട് ജീവനുണ്ടാവുമായിരുന്നു. യാസറിൽ നിന്നും ഷിബില നേരിട്ടത് ക്രൂരമായ പീഡനമായിരുന്നു. യാസറിന്റെ ലഹരി ഉപയോഗമടക്കം ചൂണ്ടിക്കാട്ടി ഷിബില നൽകിയ പരാതിയിൽ പോലീസ് നടപടിയെടുത്തെങ്കിൽ മകൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്നാണ് ഷിബിലയുടെ പിതാവ് പറയുന്നത്. കഴിഞ്ഞ 28-ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 4 ദിവസത്തിന് ശേഷം പോലീസ് ഒത്തുതീർപ്പിന് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. പിന്നീട് ഇടപെടലുകളൊന്നും ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഷിബില കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്ന് ഷിബിലയുടെ മാതാപിതാക്കൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റതാണ്. ഇന്നലെ അവർ തിരികെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയ ആ രംഗങ്ങളേറെ വൈകാരികമായിരുന്നു. കാരണം മകളില്ലാത്ത വീട്ടിലേക്ക് അവരെത്തിയ ആ കാഴ്ചകൾ അത് നാട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ ഏറെ മാനസികമായി തകർത്തി അവരുടെയൊക്കെ കണ്ണീര് വലിയ രീതിയിൽ ഏറെ അവരുടെയൊക്കെ കണ്ണീരണിയിച്ചൊരു സംഭവം തന്നെയായിരുന്നു. ഇപ്പോൾ പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ടല്ലോ. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായില്ല എന്നാണോ കുടുംബം പറയുന്നത്? ടോമോ, ഷിബിലയുടെ മരണം നടന്ന അന്ന് തന്നെ ബന്ധുക്കൾ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ 28-നാണ് പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. പക്ഷേ പരാതി നൽകിയ ശേഷം 4 ദിവസം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചില ഒത്തുതീർപ്പ് ചർച്ചകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടത്തുകയാണ് ചെയ്തത്. ഇതിൽ അങ്ങേയറ്റം ക്ഷുഭിതനായാണ് ഈ യാസർ പോലീസുകാരോടൊപ്പം പെരുമാറുകയും ചെയ്തത്. ഇതിനുശേഷം തൻ്റെ സർട്ടിഫിക്കറ്റുകളും വസ്ത്രങ്ങളും തനിക്ക് തരണമെന്ന് ആവശ്യം ഈ ഷിബില പോലീസുകാരുടെ സാന്നിധ്യത്തിൽ തന്നെ ഉന്നയിച്ചെങ്കിൽ പോലും ഓൻ വാങ്ങി തന്ന വസ്ത്രമല്ല, ഓനോട് അങ്ങനെ കൊണ്ടുവരാൻ പറയും എന്ന രീതിയിലാണ് ഒരു പോലീസുകാരൻ്റെ ഭാഗത്തു നിന്നും പരാമർശം ഉണ്ടായത് എന്നാണ് ഷിബിലയുടെ ബന്ധുക്കൾ പറയുന്നത്. അതിനുശേഷം പിന്നീട് യാതൊരു തരത്തിലുമുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല. നമുക്കറിയാം, ഈ ആഷിഖ് സ്വന്തം അമ്മയെ ഈ മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ കൊന്ന ആഷിഖും ആയൊക്കെ ആയിരുന്നു ഇയാളുടെ ചങ്ങാത്തം. അവരൊക്കെ ഒരു ഇണപിരിയാത്ത ചങ്ങാതിമാരായി നടക്കുന്ന സാഹചര്യം. എന്തായാലും ആ കൊലപാതകം കൂടി കഴിഞ്ഞപ്പോഴാണ് ഷിബിലയ്ക്ക് ഏറെ ആശങ്ക ഉയർന്നത്. കാരണം ഇത്രയധികം നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ ആളെ ന്യായീകരിച്ച് അയാൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ മൊബൈലിലും മറ്റുമൊക്കെ സൂക്ഷിച്ച് നടക്കുന്ന ആൾ തന്നോട് ഏത് തരത്തിൽ പെരുമാറുമെന്ന ആശങ്ക അവർക്കുണ്ടായിരുന്നു. എന്തായാലും ഈ ആഷിഖുമായുള്ള ചങ്ങാത്തമടക്കമുള്ള കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചുവെങ്കിലും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. ഇയാൾ ലഹരി ഉപയോഗിക്കുന്നയാളാണോ, ഇയാൾ എവിടെ നിന്നാണ് ലഹരി ലഭിക്കുന്നത്, ലഹരിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇടപാടുകാരനാണ് എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പോലീസ് ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഒരുപക്ഷെ ഇത്തരമൊരു അന്വേഷണം അന്ന് നടത്തിയിരുന്നെങ്കിൽ ഇയാളുടെ കയ്യിൽ നിന്നും ലഹരി പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ലഹരിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഒരു സമഗ്രമായ അന്വേഷണത്തിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ വിധി മറ്റൊന്നായി മാറിയനെ. അഴിക്കുള്ളിലായി ഷിബിലി യാസർ കിടക്കേണ്ട സാഹചര്യം വന്നതിനെ. പക്ഷേ ഇതൊന്നുമില്ലാതെ സ്വതന്ത്രനായി അയാൾക്ക് പുറത്ത് വിഹരിക്കാൻ ഇടവരുത്തുകയും 3 തവണ ആ വീട്ടിലേക്ക് തന്നെ ബാഗുമായി എത്തി എന്നാണ് ആ പിതാവ് പറയുന്നത്. ഒരുപക്ഷെ ആ 3 തവണയും ഈ കുടുംബത്തെ വകവരുത്തുക എന്ന ലക്ഷ്യമായാണോ അയാൾ എത്തിയതെന്ന ആശങ്ക ഇപ്പോഴും പങ്കുവെക്കുന്നത്. 2 കത്തികൾ ഉപയോഗിച്ചാണ് സ്വന്തം ഭാര്യയെ ഈ പ്രതി വകവരുത്തിയത്. ഒപ്പം ഈ ഭാര്യയെ കൊന്ന ശേഷം ഭർത്തൃപിതാവിനെ പരിക്കുമേൽപ്പിച്ച ശേഷം പിന്നീട് അർദ്ധരാത്രിയോടെ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് സമീപം ഇയാൾ ഒരു കാറിൽ സ്റ്റീൽ കത്തിയുമായി നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. നാട്ടുകാരാണ് ഇയാളെ പിടികൂടി പിന്നീട് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തത്. അതായത് ഒടുങ്ങാത്ത പകയുമായി ഭാര്യാപിതാവിനെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരിക്കാം ഇയാൾ ആ കാഷ്വാലിറ്റി വിഭാഗത്തിൽ
സാഹചര്യത്തിൽ വീണ്ടും എത്തിയതെന്ന സംശയമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകളിലുണ്ട്, ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഇനി തങ്ങളെ വകവരുത്തും, അക്കാര്യത്തിൽ തങ്ങൾക്ക് വലിയ ഭീതിയുണ്ട് എന്ന് അവർ പറയുകയും ചെയ്യുന്നു. അതായത് ഒരു ഇടപെടൽ കൃത്യമായി പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെ ഈ കുടുംബം പറയുന്നു. നമുക്കറിയാം, താമരശ്ശേരി പോലീസിന് ഒരുപാട് വലിയ കേസുകളാണ് അടുത്ത കാലത്ത് തന്നെ വരുന്നത്. പക്ഷേ പല കേസുകളിലും ഈ ഇരകളായി മാറുന്നവർ പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം, അർഹിക്കുന്ന ഗൗരവം നൽകി അല്ലെങ്കിൽ അർഹിക്കുന്ന ഒരു പരിഗണന നൽകി കേസുകളിൽ ഒരു തീർപ്പ് ഉണ്ടാക്കുന്നില്ല എന്ന ഒരു പരാതി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഒപ്പം ഈ മയക്കുമരുന്ന് മാഫിയ, ലഹരി മാഫിയുമൊക്കെ നിർബാധം അഴിഞ്ഞു നടക്കുന്ന ഒരു സ്ഥലമായി ഈ പ്രദേശം മാറിയിരിക്കുന്നു. കൃത്യമായ പോലീസിങ്ങോ കൃത്യമായ പെട്രോളിങ്ങോ അല്ലെങ്കിൽ വയനാട് ചുരം മുതൽ താഴേക്കുള്ള ഭാഗങ്ങളിൽ അത് തന്നെയാണ് ഇതിന്റെ ഏറെ ഗൗരവമുള്ള ഒരു കാര്യവും. കാരണം താമരശ്ശേരിയിൽ തുടർച്ചയായി അക്രമ സംഭവങ്ങൾ, കൊലപാതക കേസുകൾ, ലഹരി കേസുകൾ തുടർച്ചയായി ഉണ്ടാകുമ്പോഴും പോലീസ് അവിടെ കൃത്യമായി ഇടപെടുന്നില്ല എന്ന പരാതിയാണ് ഉയർന്നു വരുന്നത്. ഇതോടൊപ്പം താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരൻ ഷഹബാസിനെ സഹപാഠികൾ മർദ്ദിച്ചു കൊന്ന കേസിലും പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വരുന്നുണ്ട്. കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ആ വാർത്ത പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവ് തുടരുന്നു. താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരൻ ഷഹബാസിനെ സഹപാഠികൾ മർദ്ദിച്ചു കൊന്ന കേസ് അട്ടിമറിച്ചേക്കുമെന്ന് കുടുംബം. കുട്ടികൾക്ക് ഒത്താശ ചെയ്ത രക്ഷകർത്താക്കൾക്കെതിരെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കുന്നില്ലെന്നാണ് പരാതി. നീതി തേടി മുഖ്യമന്ത്രി കാണാൻ ഉദ്ദേശിക്കുകയാണ് ഷഹബാസിന്റെ കുടുംബം. പ്രതികളായ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുമുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ശരിയായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂവെന്നാണ് ഷഹബാസിന്റെ മാതാപിതാക്കൾ പറയുന്നത്. ഇതിൽ കുട്ടികൾ മാത്രമല്ല യഥാർത്ഥ പ്രതികൾ, അവരെ പിന്നിൽ മുതിർന്ന ആളുകളുണ്ട്. അന്നും ഇന്നും ഞാൻ ഉറച്ചു പറയുന്നുണ്ട്. പക്ഷെ അവരുടെ പേരിലോ ഒരു ആക്ഷൻ എടുക്കാനോ ഇത്രയും തെളിവുകളൊക്കെ അവരുടെ പേരിലുണ്ട്. യാതൊരുവിധ ഇതും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. ഇവളെ തന്നെ നിർബന്ധപ്രകാരമാണ് നമ്മളിപ്പോൾ ഇത് ചോദിച്ചു വാങ്ങിക്കുന്നത്. കണ്ടു കഴിഞ്ഞിട്ട് നീതി കിട്ടണം നമുക്ക്. ഈ ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എന്റെ കുട്ടിക്ക് നീതി കിട്ടണം. MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ്, ഷഹബാസിന്റെ മാതാപിതാക്കളും പോലീസിനെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. കേസ് അട്ടിമറിച്ചേക്കും എന്നൊരാശങ്ക അവർ പങ്കുവെക്കുന്നുണ്ടല്ലോ. എന്താണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കുടുംബം പ്രധാനമായും ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ? തീർച്ചയായും ടോമ, മകൻ മരിച്ചതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇനിയും കരകയറാത്ത ഒരു അമ്മയുടെ വാക്കുകളാണ് നമ്മൾ കണ്ടത്. അവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആ മകൻ മരിച്ച വിവരം അറിഞ്ഞ് അന്ന് കിടക്കയിലേക്ക് വീണതാണ്. ആശുപത്രിയിലും മറ്റുമൊക്കെയായി അവരുടെ ആരോഗ്യസ്ഥിതി അങ്ങേയറ്റം മോശമാണ്. ഇന്നലെയും മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർമാരടങ്ങുന്ന സംഘം വീട്ടിലെത്തി പരിശോധിക്കുകയും കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് തന്നെ ചെല്ലണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ 1 വയസ്സുള്ള ഒരു കൈക്കുഞ്ഞും മറ്റ് 2 കുട്ടികളും അവരുടെ വീട്ടിലുണ്ട്. പക്ഷേ അവരുടെ കാര്യം നോക്കാൻ പോലും കഴിയാത്ത വിധം തളർന്നു നിൽക്കുന്ന ഒരു അമ്മയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ന് വന്ന് സംസാരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ആ പിതാവും ആ ദിവസം മുതൽ അങ്ങേയറ്റം മാനസിക വിക്ഷോഭം അനുഭവിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവരൊക്കെ ഈ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്ന് ഇക്കാര്യങ്ങൾ പരസ്യമായി പറയണമെന്ന് ഒരുപക്ഷെ നമ്മൾ പോലും ആവശ്യപ്പെട്ടിട്ട് വരുന്നതോ ഒന്നുമല്ല. നമ്മളെ ഇങ്ങോട്ട് ബന്ധപ്പെട്ടാണ് അവർ പറയുന്നത്, ഞങ്ങൾക്ക് നിങ്ങളെ കാണണം, നിങ്ങളിലൂടെ കുറേ കാര്യങ്ങൾ അധികാരികളെ അറിയിക്കണം, ജനങ്ങളെ അറിയിക്കണമെന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറയുന്നു. കാരണം ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്ത അങ്ങേയറ്റം മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് അന്ന് നമ്മൾ ഷഹബാസിൻ്റെ മരണ ദിവസം കണ്ടത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളും. പക്ഷേ അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ കഴിയുമ്പോഴും ആ കേസ് അട്ടിമറിക്കപ്പെടുന്നുവോ എന്ന ആശങ്ക ആ അമ്മയ്ക്കും അച്ഛനും ഉണ്ടാവുന്നു എന്നതാണ് ഏറെ സങ്കടകരമായ കാര്യം. കാരണം ഈ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കളിൽ ചിലർ ഗുണ്ടാ ലിസ്റ്റിൽ വരെ ഉൾപ്പെട്ടവർ ആണ് എന്ന വെളിപ്പെടുത്തലുകൾ നേരത്തെ വന്നിരുന്നു. ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കൾ, ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾ എന്നിവർ ഒക്കെ ആ കേസിൽ ഉൾപ്പെടുന്നു. പക്ഷേ ഈ കേസിലെ പ്രതികളെ സഹായിക്കുന്നതിനുള്ള നിലപാടുകൾ
സ്വീകരിച്ച രക്ഷകർത്താക്കൾക്കെതിരെ ഒരു തരത്തിലുമുള്ള കേസുകൾ എടുക്കുന്നില്ല എന്നതാണ് ഈ കുടുംബത്തിൻ്റെ പരാതിയുടെ ഒരു അടിസ്ഥാനം. അതിൽ രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ വരെ ഉള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അത്തരം ആളുകളെക്കുറിച്ചൊരു വിശദമായ അന്വേഷണം നടത്താൻ പോലും പോലീസ് തയ്യാറാവുന്നില്ല. അവർക്ക് പൂർണ്ണമായും ക്ലീൻ ചിറ്റ് ക്ലീൻ ചിറ്റ് നൽകി വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നതെന്ന് ഇവർ കുറ്റപ്പെടുത്തുന്നു. ഒപ്പം ഈ സാക്ഷികളായ ആളുകളെയും മറ്റുമൊക്കെ സ്വാധീനിക്കാൻ ഈ പ്രതികളുടെ ഭാഗത്തുനിന്നും വലിയ ഒരു ഇടപെടലുണ്ടാവുന്നു. അങ്ങാടിയിൽ വെച്ച് കാണുമ്പോഴും വഴിയരികിൽ വെച്ച് കാണുമ്പോഴുമൊക്കെ ഈ പ്രതികളായ ആളുകളുടെ ബന്ധുക്കൾ ഈ ഇരയായ ഷഹബാസിൻ്റെ അച്ഛനെയും മറ്റുമൊക്കെ നോക്കി പരിഹാസിച്ചിരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ഇത്രമേൽ വലിയ കുറ്റം ചെയ്താലും ഇത്ര മാത്രമേ ഇതിന് ശിക്ഷയുണ്ടാവൂ എന്ന് കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ കേസ് പൂർണ്ണമായും അട്ടിമറിക്കപ്പെടാതെ നീതി ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. മാതൃകാപരമായ ഒരു ശിക്ഷയോ പ്രോസിക്യൂഷൻ നടപടികളോ ഒക്കെ ഉണ്ടായാൽ ഇനിയെങ്കിലും ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് കുട്ടികൾ വിട്ടുനിൽക്കും. ഇത്തരം കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് ഒത്താശ ചെയ്യുന്നതിൽ നിന്നും രക്ഷകർത്താക്കൾ മാറി നിൽക്കും എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അങ്ങേയറ്റം അവരുടെ ഒരു വലിയ പതനത്തിൻ്റെ അവസ്ഥയിലും അവർക്കൊരു പൊതുസമൂഹത്തിലേക്ക് ഇക്കാര്യങ്ങൾ പറയേണ്ടത് ഒരു ഗതികേടാണ്. ഷഹബാസിൻ്റെ അച്ഛൻ നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഏലും തങ്ങളുടെ വീടുകളിൽ, മുഖ്യമന്ത്രിക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലയുള്ള വിദ്യാഭ്യാസ മന്ത്രിയിലും തങ്ങളുടെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ ആരായുകയും തങ്ങൾക്കൊരു നേരിയ ആശ്വാസമെങ്കിലും തരികയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവരാരും എത്തിയില്ല. ഈ കോഴിക്കോട് ജില്ലയിലുള്ള AK ശശീന്ദ്രൻ മന്ത്രി കർശനമായ നടപടി ഈ വിഷയത്തിൽ ആവശ്യമാണ്. കാരണം ഷഹബാസിൻ്റെ ഈ കൊലപാതകം അതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്ന് തെളിയിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തും സമാനമായ രീതിയിൽ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സഹപാഠിയെ 10ാം ക്ലാസ്സുകാരൻ 3 പേരെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. അതായത് നമ്മുടെ കുട്ടികൾക്കിടയിൽ അക്രമവാസന വർദ്ധിക്കുന്നുണ്ട്. ഇവർക്കെതിരെ തുടക്കത്തിൽ തന്നെ നടപടി ഉണ്ടായില്ലെങ്കിൽ അവർ ഒരുപക്ഷെ വലിയ ക്രിമിനലുകളായി മാറാനുള്ള സാധ്യത പോലും ഉണ്ടല്ലോ അനീഷ്. പോലീസ് ഈ വിഷയത്തിൽ പറയുന്ന ന്യായീകരണം എന്താണ്? കാരണം ഈ മാതാപിതാക്കൾ, ഈ പ്രതികളായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ ഒരാൾ ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അവരുടെ വീട്ടിൽ നിന്നാണ് ആയുധം പിടിച്ചെടുത്തത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ മാതാപിതാക്കൾക്കെതിരെ അന്വേഷണം നടത്താത്തത്, അവരെ പ്രതി ചേർക്കാത്തത്? ടോമോ, അങ്ങേയറ്റം സ്ഫോടനാത്മകമായ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ വിദ്യാലയങ്ങളിലെ കുട്ടികൾ കടന്നു പോകുന്നത്. അത് സർക്കാർ കലാലയങ്ങളിൽ നിന്നോ സ്വകാര്യ കലാലയങ്ങളിൽ നിന്നോ എന്നും വ്യത്യാസമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസമാണ് ഞാൻ തന്നെ ഈ ബട്ടൺസ് ഇടാത്തതിനും താടി വടിക്കാത്തതിനും ഒരു +1 വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ മർദ്ദിച്ച്, അത് ഒരു തവണയല്ല പലതവണ പലയിടങ്ങളിലായി മർദ്ദിച്ച വാർത്തകൾ പുറത്തു വന്നത് മലപ്പുറത്തു നിന്നും ടോം പറഞ്ഞ രീതിയിലുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന കുത്തുകേസിൻ്റെ വാർത്തകൾ വരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പോലും പലതവണയാണ് ഇത്തരം കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള റാഗിംഗ് ആയാലും സ്കൂളിലും പുറത്തുമുള്ള സംഘർഷങ്ങളായാലും അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. പക്ഷേ അപ്പോഴും ഇതിനൊരു മാറ്റം ഉണ്ടാവുന്നില്ല. ഷഹബാസിൻ്റെ ജീവൻ പോയെങ്കിലും 3 പേർക്ക് കുത്ത് കേസിൽ പ്രതികളാവുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമ്പോഴും ഒരു മാതൃകാപരമായ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല. അല്ലെങ്കിൽ കുട്ടികൾ ഇതുകൊണ്ടൊന്നും പഠിക്കുന്നില്ല. ആവേശഭരിതരായി വീണ്ടും കുറ്റകൃത്യങ്ങളിൽ വ്യാപൃതരാകുന്നു എന്നത് തന്നെയാണ് നമുക്ക് കണ്ടുവരേണ്ട പ്രവണത. ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ഈ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അവരെ നേരിട്ട് കേസുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകളില്ല എന്ന ഒരു വിശദീകരണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ ഈ നെഞ്ചക്കടക്കമുള്ള ആയുധങ്ങൾ ഒരു പ്രതിയുടെ വീട്ടിൽ നിന്ന് ലഭിക്കുമ്പോൾ ആരാണ് ആ നെഞ്ചക്ക് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് ഈ നെഞ്ചക്ക് ലഭിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയുന്നില്ല. ഒപ്പം ഈ മർദ്ദനം നടക്കുന്ന സ്ഥലത്തിന് സമീപം ചില മുതിർന്നവരുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഒരു സമഗ്രമായ അന്വേഷണം നടന്നോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അതിൽ തന്നെയാണ് ഈ ഷഹബാസിൻ്റെ കുടുംബം ആരോപിക്കുന്നത് പോലെ തന്നെ ഒരാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകനാണ്, അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. മറ്റൊരാൾ അധ്യാപകരും ആരോഗ്യ സർവീസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ മകനാണ് ഒരാൾ. മറ്റൊന്ന് പ്രമുഖരായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനാണ്. അങ്ങനെ ഉന്നത രാഷ്ട്രീയം സ്വാധീനമുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി ഏറെ മെച്ചപ്പെട്ട നിലയിലുള്ള ആളുകളാണ് ഈ പ്രതികളുടെ മാതാപിതാക്കളായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നീതി പ്രതീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും കേസുകളിൽ പ്രതി ചേർക്കുമോ എന്ന ഒരു പ്രതീക്ഷ ആ കുടുംബത്തിന് വേണ്ട എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്ത് ഒരു ഉചിതമായ നീതിയുടെ ഒരു കിരണം എത്തിക്കാൻ കഴിയുമോ എന്നൊരു കണക്കൂട്ടിലാണ് കുടുംബത്തിന് നീതി ലഭിക്കണം. ഇനി ഒരു മാതാപിതാക്കൾക്കും ഈ അവസ്ഥ ഉണ്ടാകരുത്, മകന് നീതി ലഭിക്കണം. അതിനാൽ നിയമ പോരാട്ടം നടത്താൻ തന്നെയാണ് ഷഹബാസിൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനം.
എറണാകുളം കുറുപ്പംപടിയിൽ കുരുന്നു പ്രായത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട 2 പെൺകുട്ടികൾ. പിന്നീട് അമ്മയുടെ സംരക്ഷണയിൽ വളരേണ്ടവരായിരുന്നു അവർ. എന്നാൽ അമ്മ ഈ 8ഉം 10ഉം വയസ്സ് പ്രായമുള്ള 2 പെൺകുട്ടികളെ ഒരു കഴുകൻ്റെ മുന്നിലേക്കാണ് എറിഞ്ഞുകൊടുത്തത്. കുറുപ്പംപടിയിൽ സഹോദരിമാരായ 2 പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രതി ധനേഷിനെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. പീഡന വിവരം മറച്ചുവെച്ചതിനും പെൺകുട്ടികളെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചതിനും കുട്ടികളുടെ അമ്മയെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ പിന്നീട് റിമാൻഡ് ചെയ്തു. പെൺകുട്ടികൾക്ക് അമ്മയും പ്രതി ധനേഷും ചേർന്ന് നിർബന്ധിച്ച് മദ്യം നൽകിയിരുന്നുവെന്നാണ് കുട്ടികളുടെ മൊഴി. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ഏറെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു കുറുപ്പംപടിയിൽ നിന്നും കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. 2 പെൺകുട്ടികൾ, 8ഉം 10ഉം വയസ്സ് പ്രായമുള്ള 2 പെൺകുട്ടികളെ 2 വർഷത്തോളം അമ്മയുടെ കാമുകൻ ക്രൂരമായി ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. അതിന് അമ്മ കൂട്ടുനിൽക്കുന്നു. സ്വന്തം അമ്മ ഈ പെൺകുട്ടികൾക്ക് മദ്യം നൽകുന്നു. ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണല്ലോ പുറത്തു വന്നത്. ഈ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഈ അമ്മയെ ചോദ്യം ചെയ്തതിൽ നിന്നും എന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമായത് ആജ്ഞ? ടോം, ഈ അധ്യാപികയുടെ മൊഴിയിൽ നിന്നാണ് കുട്ടികൾക്ക് നിരന്തരം മദ്യം കൊടുത്ത ശേഷമാണ് ഇയാൾ ലൈംഗിക ഉപയോഗത്തിനായി പെൺകുട്ടികളെ ഉപയോഗിച്ചത്, ലൈംഗികമായി കുട്ടികളെ പീഡിപ്പിച്ചത് എന്നുള്ള വ്യക്തത വന്നതിന് ശേഷമായിരുന്നു ആദ്യം കുട്ടികളുടെ മൊഴിയെടുത്തിരുന്നു. അതിനുശേഷം പരീക്ഷയ്ക്ക് ശേഷം അവരുടെ മൊഴി വീണ്ടും എടുക്കാം, വിശദമായി ഇത്തരം മൊഴിയിലേക്ക് പോകുമെന്നായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയിച്ചിരുന്നത്. പക്ഷേ അധ്യാപികയെ ചോദ്യം ചെയ്തപ്പോൾ അധ്യാപികയുടെ മൊഴിയെടുത്തപ്പോഴാണ് അധ്യാപികയാണ് പറഞ്ഞത് ഈ 12 വയസ്സുള്ള പെൺകുട്ടിയാണ് തന്നോട് പറഞ്ഞത് ഇത്തരത്തിൽ അമ്മയും ഈ ധനേഷും നിർബന്ധിച്ച് കള്ളു കുടിപ്പിക്കുമായിരുന്നു. അതിനുശേഷമായിരുന്നു ഇയാൾ ലൈംഗികമായി കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചത്. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇയാൾ വീട്ടിൽ വരും. ഈ ദിവസങ്ങളിലൊക്കെ തങ്ങളെ കൊണ്ട്, അതായത് തന്നെ അനിയത്തിയും കൊണ്ട് കള്ളു കുടിപ്പിക്കുമായിരുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ ഈ പെൺകുട്ടി അധ്യാപികയോട് ഷെയർ ചെയ്തതാണ്. അങ്ങനെ അധ്യാപികയുടെ മൊഴിയെടുത്ത ശേഷമാണ് പോലീസ് വീണ്ടും കുട്ടികളുടെ മൊഴി വിശദമായി എടുക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. അതേ തുടർന്നാണ് വീണ്ടും കുഞ്ഞുങ്ങൾ മദ്യത്തിന് അടിമയാക്കുന്ന അല്ലെങ്കിൽ മദ്യം നൽകി കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ട് എന്ന് പോലീസിന് മനസ്സിലാകുന്നത്. അമ്മയ്ക്കതിൽ പങ്കുണ്ട്. അമ്മയുടെ അറിവോടുകൂടിയാണ് പീഡനങ്ങൾ നടന്നിട്ടുള്ളത്. ഈ പീഡനം നടന്ന ദിവസം തന്നെ അല്ലെങ്കിൽ വിവരം റിപ്പോർട്ട് ചെയ്ത ദിവസം തന്നെ പോലീസിന് അത്തരം കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. അമ്മയുടെ അറിവോടുകൂടിയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മയുടെ അറസ്റ്റ് ഇന്നലെ വരെ വൈകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. പക്ഷേ തുടർന്ന് പെൺകുട്ടികളുടെ മൊഴി എടുക്കുന്നു. പ്രതി ധനേഷ് തന്നെ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച്, അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് ഈ അമ്മ കുഞ്ഞുങ്ങളെ താൻ പീഡിപ്പിക്കുന്നത് കഴിഞ്ഞ 3 മാസമായി അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്ന് തന്നെയായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലും അധ്യാപികയുടെ മൊഴിയും കുട്ടികളുടെ മൊഴിയും അമ്മയുടെ കൺമുന്നിൽ വെച്ച് പെൺകുട്ടികളെ പീഡിപ്പിച്ചു, അമ്മ പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്തു എന്നാണോ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്? തീർച്ചയായിട്ടും ടോം, അത്തരത്തിൽ തന്നെയാണ്. അമ്മയ്ക്ക് വളരെ വ്യക്തമായിട്ടറിയാം ധനേഷ് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അത് മാത്രമല്ല, ഇയാള് കൂടുതൽ കുട്ടികളിലേക്ക് തൻ്റെ ഈ ഒരു പ്രവണത വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കുട്ടിക്ക് ഇവളുടെ കൂട്ടുകാരിയെ കൂടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് നിർബന്ധിച്ചതും ഭീഷണിപ്പെടുത്തിയതും ഒക്കെ അത്തരത്തിലാണ്. ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ടീച്ചറിൻ്റെ കയ്യിലെത്തുന്നതും ഈ കുറിപ്പ് ടീച്ചറിൻ്റെ കയ്യിലെത്തുന്നതും ഇതിൻ്റെ ഭാഗമായി ടീച്ചർ പോലീസിനെ അറിയിക്കുന്നതും ചെയ്യുന്നത്. അങ്ങനെയാണ് പീഡന വിവരം പുറത്തറിയുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ഈ കെണിയിൽപ്പെട്ട് പോകുമായിരുന്നു. ഇപ്പോഴവർ CWCയുടെ ഷെൽട്ടർ ഹോമിലാണുള്ളത്. കാരണം ടോം സൂചിപ്പിച്ചതുപോലെ അച്ഛൻ മരിച്ച ശേഷം പറക്കമുറ്റാത്ത 2 പെൺകുഞ്ഞുങ്ങളാണ്. അവരെ പൊന്നുപോലെ കാക്കേണ്ട അമ്മയാണ് ഇങ്ങനെ കാമുകന് മുന്നിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, അയാൾ തന്നെ കളഞ്ഞിട്ട് പോകാതിരിക്കാൻ വേണ്ടി കാമുകന് മുന്നിൽ ഇത്തരത്തിൽ 2 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊടുത്തത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം. അതുമാത്രമല്ല, ഈ കുഞ്ഞുങ്ങളെ മദ്യം കുടിപ്പിച്ചുകൊണ്ട് ഇവരെ പീഡനത്തിന് ഇരയാക്കുന്ന ഒരു സാഹചര്യത്തിലെ കൂടി ഈ അമ്മ കൂടി കൂട്ടുനിന്നു എന്ന് പറയുന്നതിലാണ് അതിലെ ഏറ്റവും വലിയ മനുഷ്യത്വമില്ലായ്മ എന്ന് വേണം ചൂണ്ടിക്കാണിക്കാൻ. കാരണം ഏതൊരു സമയത്തും
എത്തരം സാഹചര്യങ്ങളിലും എല്ലാവരും ആശ്രയിക്കുന്നത് അമ്മയാണ്, അല്ലെങ്കിൽ അമ്മയുടെ തണലാണ്. ഈ ഒരു തണൽ പോലും കുഞ്ഞുങ്ങൾക്ക് നഷ്ടമായിരുന്നു. അത് 8ഉം 10ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് തുറന്നു പറയാൻ പോലും കഴിയാത്ത, പ്രാപ്തിയില്ലാത്ത കുഞ്ഞുങ്ങളെയാണ് ഇത്തരത്തിൽ ഈ ടോം സൂചിപ്പിച്ച അതേ പദം ഞാൻ ഉപയോഗിക്കണം, ഇങ്ങനെ ഒരു കഴുകന് മുന്നിലേക്ക് ആ അമ്മ എറിഞ്ഞു കൊടുത്തത് എന്നുള്ളതാണ് ഇതിലെ അങ്ങേയറ്റം നിഷ്കരുണമായ വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ആ അമ്മയുടെ സംരക്ഷണം, കാരണം ഇതുപോലെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം സുഖത്തിനു വേണ്ടി ഈ കുഞ്ഞുങ്ങളെ കാമുകന് ഇട്ടുകൊടുത്ത, അല്ലെങ്കിൽ കാമുകന് ലൈംഗികമായ വേഴ്ചകൾക്ക് വേണ്ടി ഇട്ടുകൊടുത്ത ആ അമ്മ ഇനി പുറം ലോകം പോലും കാണരുത്. കാരണം അവർക്കെതിരെ ശക്തമായ നടപടിയാണ് വേണ്ടത്. ഈ അമ്മയുടെ, ആ യുവതിയുടെ സംരക്ഷണയിൽ ആ കുഞ്ഞുങ്ങൾ ഇനി വളരേണ്ടതില്ല. അവരെ ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ ഭരണകൂടമാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.